ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് കുഞ്ഞ് രണ്ടക്ഷരം പറയാനുള്ളത്? രണ്ട് വാക്ക്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു സുപ്രഭാതം ബിഗ് ബോസ്. സുപ്രഭാതം. ഇവിടെ ഒരാളുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഡെയിലി ബിഗ് ബോസ് കാണാനാണ് പണി. എന്തേലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഗൈസ്? ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ കൂടെ ആരൊക്കെയാണ് റിവ്യൂ ഇട്ടിട്ടുള്ളത് അവരൊക്കെ റിവ്യൂ കണ്ടിട്ടേ ഉറങ്ങാറുള്ളൂ. എന്റെ അഭിപ്രായം പോലെ തന്നെയാണ് അവരുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പോ ഏറെക്കുറെ കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് വരുന്ന ഒരു പേജ് ഉണ്ട്. അത് ഞങ്ങളിപ്പോ കട്ട ഫാൻ ആയിട്ടുള്ളത് അല്ലേ? അതെ, സീക്രട്ട് ഏജന്റ് റിവ്യൂ നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ്, കാരണം നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ. കാരണം എനിക്ക് പേഴ്സണലി ഇത്തവണ ബിഗ് ബോസിനകത്തുള്ള ഒരാളെയും പരിചയമില്ല. അതുകൊണ്ട് തന്നെ പ്രീ ജഡ്ജ്ഡ് ആയിട്ട് നമ്മൾ ഷോ കാണുന്നില്ല. നമ്മൾ എന്താണോ അപ്പൊ കാണുന്നത് അതനുസരിച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഓരോരുത്തർ എങ്ങനെയാണ്, ഗെയിമേഴ്സ് ഒക്കെ എങ്ങനെയാണ്, എങ്ങനെയല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ അതനുസരിച്ചാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പം അതേപോലൊക്കെ തന്നെയാണ് സായിയുടെ വൈഫിൻ്റെയും സ്നേഹ ചേച്ചീൻ്റെയും റിവ്യൂ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ഇത് റിവ്യൂ കാണാൻ ഇഷ്ടമാണ്. കുറച്ച് ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഉള്ളത് പോലെ അങ്ങ് പറഞ്ഞോളെ, വിച്ച് ഇസ് ഗുഡ്. അതായത് ഒരു സാധാ പ്രേക്ഷകർ എങ്ങനെയാണോ ചിന്തിക്കുന്ന ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അവർക്കും ഉള്ളത്. അവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ അറിയാം. പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആണ്, എന്നാൽ പോലും they are also judging according to the game, according to the show. കുറച്ചുകൂടി ജെന്യുവൻ ആയിട്ടുള്ളത് അവരുടെയാണ്. അവർക്കും പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആൾക്കാർ അതിലുണ്ട്, ഫേവറേറ്റ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവര് ആ ഒരു റിവ്യൂ പറയുമ്പോഴത്തേക്ക് എക്സാക്ട്ലി എങ്ങനെയാണോ അവർക്ക് ഫീൽ ചെയ്യുക, ഒരു സാധാ പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ, ആ ഷോ കാണുമ്പോൾ. So guys, ഇപ്പോ 2-3 days ആയിട്ടുള്ള ഡെയിലി റൂട്ടീൻ, ഡെയിലി മീൻസ് ഈ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതലേ ഉള്ള. പിന്നെ ജിസയിൽ ഔട്ട് ആയതിനു ശേഷം ഞാനൊരു 3-4 ഡേ മീൻസ് ബാക്കിയുള്ള 4 days ഞാൻ കണ്ടിരുന്നില്ല. എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഫാക്ട് ഉണ്ടായിരുന്നു. ജിസയിൽ ഒന്നും അതിനകത്ത് ചെയ്തില്ലെങ്കിൽ പോലും, ചില സന്ദർഭത്തിൽ ആളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും, when she opened her mouth, I find it really genuine and cute. Like അവരുടെ ആ ഒരു സംസാര രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതെ. So anyway guys, അങ്ങനെ ഞങ്ങള് ബിഗ് ബോസ് സംസാരിക്കാൻ ഒരു ഫുൾ എപ്പിസോഡ് തന്നെ വേണ്ടി. അതെ, ബിഗ് ബോസ് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളും. നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂയുടെ താഴെ കമന്റ് ചെയ്യൂട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ എല്ലാ ബിഗ് ബോസ് എപ്പിസോഡും BB+ എപ്പിസോഡും കണ്ടതിന് ശേഷം ഞങ്ങളൊരു റിവ്യൂ സായി ഇടുന്നത് പോലെ തന്നെ, സായിയുടെ പോലെ ഇടുന്നല്ല, അത്രയും നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വ്ളോഗ്, ഒരു കുട്ടി വ്ളോഗ് നമുക്ക് ഇടാം. ഒരു 5 minutes അല്ലെങ്കിൽ ഒരു 10 minutes വ്ളോഗായിട്ട് വേണമെന്നുള്ളവർ എന്തായാലും കമന്റ് ചെയ്യും കേട്ടോ. അപ്പം ബാക്ക് ടു റിയാലിറ്റി. നമ്മളിപ്പം ട്രിവാൻഡ്രം, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വണ്ടിയായിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. മലപ്പുറം പെരിന്തൽമണ്ണ മലപ്പുറത്ത് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇക്കുന്റെ വീടുള്ളത്. മാപ്പിൽ കാണിക്കുന്നത് 8 hours 35 minutes. പക്ഷെ ഇക്കുന്റെ കൈക്ക് അതൊരു 6 8.5 മണിക്കൂർ നമ്മൾ എത്തുന്നു. പിന്നെ നമ്മൾ കുറച്ച് കാഴ്ച കാണൽക്കാരാണ്. പിന്നെ വൈക്ക് നമ്മൾ കുറെ കാഴ്ചകളൊക്കെ കണ്ട് വ്ളോഗൊക്കെ എടുത്ത് നിർത്തി കാണിച്ചെന്ന് പോവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. 3 വണ്ടി ഉണ്ട് ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ. വാഗനർ റിസോർട്ട്സ് ഒക്കെ ഇവിടെ ഭയങ്കര ലോറിയുടെ. അതെന്താ അറിയോ, ഇവിടെ എവിടെയോ ഒരു പണി നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കുത്തിപ്പൊക്കിയിട്ട് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു ഹോസ്പിറ്റൽ വന്നതല്ലേ, ഈ ഏരിയയില് കിംസാറ്റ് വന്നതല്ലേ.
അപ്പൊ ഇനിയിപ്പം അതിന്റെ ബേസ് ചെയ്തിട്ട് അവരെന്തെങ്കിലും ഒക്കെ കുത്തിപ്പൊക്കണുണ്ടാവും, വല്ല സ്റ്റേയോ അക്കോമഡേഷനോ അല്ലെങ്കിൽ റോഡ് പണിയോ. ഇവിടുത്തെ റോഡൊക്കെ നല്ലതാണ് കേട്ടോ, അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ല. MC ആയാലും NH ആയാലും. ഞങ്ങൾ വിചാരിച്ച NH-ന്റെ പണിയെല്ലാം തീർന്ന് അതിൽ പോവാന്ന് വിചാരിച്ചു. മീൻസ് 4 ലൈൻ റോഡ് 4 വരിപ്പാത ഓപ്പൺ ആയെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പണി നടക്കണ ആയതുകൊണ്ട് MC റോഡ് പിടിച്ചു പോകാനാണ് പ്ലാൻ. പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ശേഷം പിന്നെ അങ്ങനെ ഇടക്കിടക്ക് പോലും വരലും ആയതുകൊണ്ട് നമുക്ക് പിന്നെ വഴികളൊക്കെ ഈസി ആയിട്ട്. അതുകൊണ്ടൊക്കെ ഗൈസ് ഒരുപാട് പേര് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ഉള്ള ജേർണി ഭയങ്കര ദൂരത്താണെന്ന് പറയുമ്പോൾ അത് അടുത്തല്ലേ എന്ന് തോന്നാറുണ്ട് ഞങ്ങൾ. കാരണം എൻ്റെ കസിൻസ് ഒക്കെ ചില ആൾക്കാർ ഉമ്മാൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചില സമയത്ത് ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവർ ഞങ്ങൾക്ക് കൊല്ലത്തെത്തണം, ഞങ്ങൾ നേരത്തെ ഇറങ്ങി എന്ന് പറയുമ്പോൾ കൊല്ലത്തോ അതിവിടെ അടുത്തല്ലേ, മീൻസ് ഇവിടെ നിന്ന് 1 hour ഉണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 1 hour ഉണ്ട് അവരെ വീട്. അപ്പോൾ കൊല്ലത്തോ അതിവിടെ അടുത്തല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അടുത്തോ, അവർക്കത് അടുത്തല്ല, അവർക്കത് അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ എനിക്കത് അടുപ്പമായിട്ട് ഫീൽ ചെയ്യാനുള്ള റീസൺ എന്താണ് റീസൺ? 8 hours journey to മലപ്പുറം. പിന്നെ ഗൈസ് എന്താണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ മലപ്പുറം, അവള് തിരുവനന്തപുരമാണ്, എല്ലാവർക്കും അറിയുന്നതാണത്. പക്ഷേ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം നമ്മളെ മാരേജ് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എങ്ങനെ ഉണ്ടായതെന്നൊക്കെ. സോ എന്താന്ന് വെച്ചാല് ഇതില് കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. ദൂരെ നിന്ന് കല്യാണം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇൻ കേസ് ഒരു ഫംഗ്ഷനോ ഒരു മരണോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം 8 hours ട്രാവൽ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇല്ല, അത്ര ഈസി അല്ല. ഇവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അങ്ങനെ ഇല്ല. ഞാൻ നോക്കിയിരുന്നു, നമ്മൾ ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ വരെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ 45 minutes കൊണ്ട് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി there is no such route. അങ്ങനെ ഒരു റൂട്ടില്ല. സോ ദാറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ. പിന്നെ ട്രെയിനൊന്നും നമ്മളല്ല, ഞാൻ ട്രെയിനിന്റെ ഇതുവരെ ട്രെയിൻ ഓപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ ട്രെയിന് പോവാറും വരാറൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം പിന്നെ ഞങ്ങള് ഇവള് ജനിച്ചിട്ട് ട്രെയിനിലേ പോയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല ഞാൻ. പക്ഷെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാഹ് വണ്ടിയൊക്കെ വീട്ടിൽ നിർത്തി. അതെന്താണെന്ന് അറിയോ ഗൈസ്, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 1 month ആയപ്പോ തന്നെ ഞാൻ കൺസീവ് ആയി. ഞാൻ പ്രഗ്നന്റ് ആയി. So we didn't get much time to explore. Yeah. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ബേബി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവക്കും അതെ ബേബിയാണ് ഞങ്ങളെല്ലാം. അതെ, ബേബിയാണ് ഞങ്ങൾക്ക് എല്ലാം. അതേപോലെ തന്നെ ഞങ്ങളെ ബേബി ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഒരു ശല്യം അവളെ കൊണ്ടില്ല. അത്രയും അവൾക്ക് ട്രാവൽ, എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ അവൾക്ക് ഇഷ്ടം ആണ് ട്രാവലിങ്. നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് അവൾക്ക് ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ആള് കുറച്ച് മൂഡ് ഓഫ് ആണ് ഗൈസ്, അതാണ് ഞാൻ പിന്നെ കാണിക്കാത്ത. അവളുടെ ഉമ്മ അങ്ങനെ കളിപ്പിച്ചു കൊണ്ടുവരുന്നു ഗൈസ്. എന്നെ ഒന്നും അങ്ങനെ അവളെ അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി കിട്ടില്ലായിരുന്നു. ബിക്കോസ് അറിയാമല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. എന്നാലും ഈവനിങ് ഒക്കെ നമ്മള് ബേബിന്റെ കൂടെ ഇരുന്ന് കളിക്കാം. നാട്ടിൽ നിന്ന് വന്നതിന്റെ മീൻസ് UAE വന്നതിന്റെ ശേഷം 2 days ആണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. ആ 2 days ഞങ്ങള് ഹെസബേബിനെ സീരിയസ്ലി ഞങ്ങള് കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി, പക്ഷെ മീൻസ് നമ്മള് എന്താ ഫുൾ ടൈം നമ്മുടെ കണ്ണൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവള് പിന്നെ അവളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയി. ഫുൾ ടൈം അവരുടെ കൂടെ, പ്രത്യേകിച്ച് ഉമ്മാന്റെ കൂടെ. സോ അങ്ങനെ ഞങ്ങള് യാത്ര തുടരുകയാണ് ഗൈസ്. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരം പുലിപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് വൈഫ് ഹൗസിൽ നിന്ന് തിരിച്ച് ഇനി നേരെ അവിടുത്തെ കാറും എടുത്ത് ഞങ്ങൾ നേരെ ഇനി ഇവിടെ പോവാണ്, മലപ്പുറം പെരിന്തൽമണ്ണ.
നിങ്ങള് ഈ ലൊക്കേഷൻ കണ്ടിട്ട് എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കമന്റ് ചെയ്യൂട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ നാട്ടിൽ നിന്നാണോ? ഈ നാട്ടിൽ നിന്ന് എത്ര പേരുണ്ട് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂട്ടോ. നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുക്കാമല്ലോ. പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എത്തിയിട്ടില്ല. ഈ ഒരു ബോർഡിൽ കാണുന്നത് എന്താണ്? അഞ്ചക്കലോ എന്താണ് കാണുന്നത്? വായിക്കാൻ കിട്ടിയിട്ടില്ല ഗൈസ്. പത്തനംതിട്ട എത്തിയല്ലോ. അഞ്ചക്കാലയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ഗൈസ്. ഇത് പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു. ജ്യോതിഷ് ഈസ് ദ പ്ലേസ്. ബേബി സ്റ്റിൽ ഉറങ്ങി തന്നെയാണ്. ബേബി അവിടെ നിന്ന് ഉറങ്ങാൻ തുടങ്ങിയത് എത്ര മണിക്ക് നമ്മൾ പുറപ്പെട്ട? 10 മണിക്ക് അല്ലേ? യെസ്. ഇപ്പൊ മണി 12 മണിയായി. 2 മണിക്കൂർ. 1 hour നമ്മൾ തള്ളി. 2 hours നമ്മൾ തള്ളി വിട്ട് ഗൈസ് ബേക്കിലോട്ട്. ഇനിയും ഉണ്ട് ബാക്കി. ഇനി നമ്മൾ എത്താൻ പോകുന്നത് 7 മണിയൊക്കെ ആവുന്ന പറയുന്നത്. യെസ്. ഗൂഗിൾ we have no idea. Let's see. We have some idea. നമ്മൾ മുന്നേ വന്നിട്ടുള്ളതല്ലേ. ഇവിടെ വഴിയോരത്തൊക്കെ ശബരിമല കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ആക്ച്വലി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മോര് വെള്ളമൊക്കെ കുടിക്കുന്ന സ്ഥലത്ത് നിർത്തി മോര് വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ലോങ് റൂട്ട് ഓടുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവരും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഏതാ ബസ്? ടൂറിസ്റ്റ് ബസ്. ഓക്കെ. എന്നിട്ട് കോട്ടയത്തൊക്കെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഇവിടുത്തെ വീടുകളൊക്കെ കാണണം. വീടുകൾ മാത്രമല്ല ഗൈസ്, പള്ളികള് ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷൻ. ആഡംബര പള്ളികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുബായില് നമ്മള് യുഎഇത്തെ മസ്ജിദ് ഒക്കെ ഉണ്ടാവില്ലോ വലിയ ദുബായില് നല്ല പള്ളികളൊക്കെ ഉണ്ടാക്കി. ക്രിസ്ത്യൻ പള്ളി ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത്രയും കൺസ്ട്രക്ഷൻ അത്രയും ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മറ്റേ കൺട്രീസിലെ പള്ളി കൊള്ളില്ല, അല്ലെങ്കിൽ മറ്റു സിറ്റിയിലെ പള്ളി കൊള്ളില്ല. മീൻസ് പള്ളിയുടെ കൺസ്ട്രക്ഷൻ വെച്ചാണ് അളവെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. പത്തനംതിട്ട കോട്ടയം ഈ ഭാഗത്ത് എത്തുമ്പോ തന്നെ വേറെ വൈബാണ്. ആർക്കിടെക്ട് അതൊരു വേറെ ഒരു വൈബില് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. അതെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവര് ഈ ബൈക്ക് നടക്കു കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്നും കൊണ്ടടിച്ചു ഒന്നും ഒതുക്കില്ല. അപ്പൊ ഗൈസ് നിങ്ങള് ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രിവാൻഡ്രം മുതൽ മലപ്പുറം ഈ ഇതിന്റെ ഉള്ളിൽ വരുന്ന എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ടോ അതിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതെ സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ്. ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഈ ഓരോ യാത്രയിലും ഓരോ ഓർമ്മകളാണ്. ഞങ്ങൾ എല്ലാ തവണ യാത്ര ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. പെട്ടെന്ന് ടൈം പോകും. അങ്ങനെയാണെങ്കിൽ ഈ 7-8 മണിക്കൂർ പോണത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് ആക്ച്വലി തികയുന്നില്ല സംസാരിച്ച് തീർക്കാൻ. ഞങ്ങൾക്ക് ദുബായിൽ ഉണ്ടാവുമ്പോ ഇത്രയും കുത്തിയിരുന്ന് സംസാരിക്കാൻ കിട്ടില്ല. അതാണ് കിട്ടില്ല മീൻസ് സമയം കിട്ടില്ല. ആ ബിസി ലൈഫില് നമുക്ക് ഇങ്ങനെയൊന്നും സമയം കിട്ടാറില്ല. ഇരുന്ന് സംസാരിച്ചിരിക്കാൻ നമുക്ക് സംസാരിക്കൂല എന്നല്ല കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 പേരാണ്. എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 പേരാണ്. എൻ്റെ ലൈഫും നിക്കുന്റെ ലൈഫും എന്തും നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇത്ര അധികം ഇരുന്ന് ഡിസ്കസ് സംസാരിച്ചുകൊണ്ട് പോകാനൊന്നും സമയം കിട്ടാറില്ല. നമ്മള് പല ലോകത്തും എത്തുട്ടോ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ പറയും. പല കൺട്രികളെ പറ്റി ചിലപ്പോൾ പറയും, ചിലപ്പോൾ പല പല കാര്യങ്ങൾ. ഇതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ലൈഫ് പാർട്ട്ണറാണോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്?
ഇക്കുന്റെ ലൈഫിലെ ഇക്കുന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ എനിക്ക് ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് വൈഫ്, എല്ലാം മൈ വൺ ആൻഡ് ഓൺലി വൈഫ്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഇക്കു. നല്ലൊരു ഹസ്ബൻഡിന് നല്ലൊരു ഫ്രണ്ട് ആവാൻ പറ്റുള്ളൂ, നല്ലൊരു ഫ്രണ്ടിന് നല്ല വൈഫ് ആവാൻ പറ്റുള്ളൂ. അതിലെല്ലാം വരും കേട്ടോ. സർപ്രൈസസ് വരും, പൊട്ടിത്തെറികൾ വരും, കലഹം വരും, സന്തോഷം വരും, സ്നേഹം വരും, കരുതൽ വരും, കരുണ വരും. അങ്ങനെ എല്ലാം നിറഞ്ഞൊരു ലൈഫ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ്. അയാൾ എന്താ ചൂണ്ടിക്കാണിച്ചേ അവിടെ? അങ്ങോട്ട് റൈറ്റിലോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, പോകോളൂ. സോറി ഗൈസ്, ഇവിടത്തെ നാട്ടിലെ ഹാൻഡ് സിഗ്നൽസ് എനിക്ക് അങ്ങനെ ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാറില്ലെന്ന് മാത്രം. വണ്ടി ഓടിക്കാൻ ഞാൻ തന്നെ വേണം. വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നോ? വാട്ട് യു മീൻ? പക്ഷെ മടിയാണ്. മടിന്റെ അല്ല ഗൈസ്, എനിക്ക് ആക്ച്വലി എന്താന്ന് പറഞ്ഞാല് ലോറി വരുന്നത് എൻ്റെ നെഞ്ചത്തേക്കാണോ, അതേപോലെ ബസ് വരുന്നത് എൻ്റെ അടുത്തേക്കാണോ എന്നൊക്കെ എനിക്കൊരു ഫീലാണ്. അവര് എന്നെ ലക്ഷ്യമാക്കി വരുന്ന പോലെ എനിക്ക് ഫീലാണ്. എനിക്കൊരു ബസ്സിനെയും ഒരു ലോറിനെയും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആംബുലൻസിന് ഓർമ്മ വരും. അപ്പം എൻ്റെ കൈ വിറയ്ക്കും. അതാണ് ഈ നാട്ടിലത്തെ ഒരു, എനിക്ക് അങ്ങനെ അങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് പേടിയാകും, പേടി. ചങ്ക് പൊട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയുന്നില്ല. ചങ്ക് പൊട്ടി അതിനകത്ത് നിൽക്കുമായിരുന്നെങ്കിൽ എന്തോ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഓളാണെങ്കിലോ ഓടി രക്ഷപ്പെട്ട പോലെയാണ് ഓള് ഓടിപ്പോയത് അവിടുന്ന്, ബിഗ് ബോസ്. ഷി വാസ് സോ ഹാപ്പി ടു കം ഔട്ട് ഓഫ് ഇറ്റ്. കാരണം അത്രയും ടോക്സിക് ആയിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. ഷി വാസ് ദ ഓൺലി വൺ ഹു ഹാൻഡിൽഡ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, മെച്ചോർഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരേ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം ജിസേലിനെ. ഷി വാസ് പെർഫെക്റ്റ് ഇൻ ദാറ്റ് കേസ്. അപ്പം അവരെ സംബന്ധിച്ച് ഇതെന്തൊരു ലോകം, എന്തൊരു ആൾക്കാർ എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും പത്തനംതിട്ട, കോട്ടയം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 17 Pro Maxലാണ്. ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ ഈ വോയിസ് പറയുന്നതിൻ്റെ ഈ സമയം മുതൽക്കുള്ള വീഡിയോസാണ് നമ്മൾ 17 Pro Maxൽ എടുക്കുന്നത്. നല്ല നാച്ചുറൽ അവിടെ. അതുകൊണ്ട് കുറച്ച് നേരം നിങ്ങൾ റോഡ് കാണും ഗൈസ്. ഇത് റാന്നിയാണ്, റാന്നി നല്ല വിസ്താരമുണ്ട് ഗൈസ്. ഞങ്ങൾ ഈ വണ്ടിയിൽ പാട്ടിടാത്ത എന്താണെന്നറിയോ? ഞങ്ങൾ സംസാരിച്ച് തീർന്നില്ല ഗൈസ്. എന്റെ കുയിൽനാദം തന്നെ ഒരു സോങ് ആണ്. സത്യല്ലേ, എന്റെ കമ്പനി ഇക്കു എൻജോയ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇക്കു പാട്ട് കേൾക്കാത്തത്. മനുഷ്യ എന്നെ ട്രോളാണ്ട് ഉള്ളത് പറ അങ്ങോട്ടെ. വിളിപ്പിക്കലോ ഇവിടെ കുറെ കൃഷിയും ഡാമൊക്കെ ഏരിയ വന്നിട്ടുണ്ട്. ഓ വാ, കൊമ്പനാന കുട്ടപ്പ ഗാർഡൻ ആണോ? ഗാർഡൻ സ്റ്റോൺ ഗാർഡൻ. ഇറ്റ്സ് സ്റ്റോൺ ഗാർഡൻ. കല്ല് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആണ് കണ്ടതൊക്കെ. അന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മീൻസ് അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കുന്നത്. എന്താണ് വളരെ നല്ല അടിപൊളി ഒരു ഏരിയ. ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എരുമേലി എന്നാണ് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇവിടുന്ന് ഒരു ഇന്റർസെക്ഷൻ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അത് വലത്തോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് വാഗമൺ എത്താമായിരുന്നു. റോഡ് അതെന്തുകൊണ്ടാ അറിയോക്കോ? വലത്തോട്ട് കുറച്ച് ദൂരേ ഉള്ളു വാഗമണ്ണക്ക്. വാഗമൺ നല്ല കോടയും തണുപ്പുള്ള ഏരിയ അല്ലേ, ഇതിന് അടുത്താണ്. അതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ. നമ്മള് ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വല്ല കൊരങ്ങനോ പുലിയോ വരുമോ നൈറ്റില്. അതുകൊണ്ട് ആ ഒരു വ്യൂ കിട്ടിയിട്ടില്ല ഗൈസ്. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് കൊരങ്ങന്മാരൊക്കെ കാണാൻ പറ്റും. എന്താ പോണു, അത് പട്ടിയ
സോറി കൊരങ്ങ ഇവിടെ വണ്ടിയിൽ ഒരു കുരങ്ങത്തിണ്ടായോണ്ട് വേറെ കുരങ്ങന്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും സൗന്ദര്യമുള്ള എന്റെ മുഖത്ത് നോക്കി യു ആർ കോളിംഗ് മീ കൊരങ്ങ. ഇവിടെ കുരങ്ങന്മാരെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വിചാരിച്ചു ഞാൻ നല്ല ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ് അവര്. കൊരങ്ങനോ? പിന്നെ അക്കുനെ കരടിന്ന് വിളിക്കട്ടെ? എനിക്ക് കരടി ഇട്ടി പറഞ്ഞ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. കരടിക്കു എന്ന് വിളിക്കട്ടെ? അത്ര വേണ്ട. എന്നെ ട്രോളാൻ വേണ്ടി നോക്കി ഞാനത് എടുത്തില്ല ഗൈസ്. ഞാനത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ തന്ത്രപൂർവമായ തിരിച്ചു കൊടുപ്പ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓ ഗൈസ്, നമ്മുടെ കാർഡ് തീർന്നു പോയി ഗൈസ്. ആരാണ് ഇവിടെ ജംഗ്ഷനൊക്കെ കെട്ടിയത്? കുറച്ചുകൂടെ കാർഡാവാമായിരുന്നു. കാർഡ് ഈസ് ലുക്കിംഗ് എ ഗുഡ് giving us a good vibe. We like കാർഡ്. കാട്ടിലോട്ട് പോണം ഒരു ദിവസം. ഏതായാലും നാട്ടിൽ വന്നല്ലേ, കാട്ടിൽ പോണം. ഇത്തവണ എനിക്ക് മറ്റേ ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. ജഡായി പാറ. യെസ്, അല്ലല്ല, അത് കൊല്ലം പോകുന്ന റൂട്ടാണ്. കൊല്ലം ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് കൊല്ലം പോണ റൂട്ടാണ്, അതർ സൈഡ്. സോ ഇത്തവണ ട്രിവാൻഡ്രത്തേക്ക് ഇനി നമ്മൾ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ജഡായിപ്പാറയൊക്കെ കാണാൻ വേണ്ടി പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കു കാണിച്ചു തരാമെന്ന് എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് ഇക്കു. അതുപോലെ ഇക്കുന്റെ മറ്റൊരു പ്രോമിസാണ് എന്നെ ആദ്യമായി ട്രെയിനിൽ കയറ്റാമെന്നുള്ളത്. ചോർണൂർന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിയാലും മതി, എന്നെ ഒറ്റക്ക് വിടാൻ പറ്റൂല. എനിക്ക് ABCD അറിയില്ല, ജപ്പാണ്. നമുക്ക് ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിൽ കയറണം. പക്ഷെ ഇന്ത്യൻ റെയിൽവേയിൽ കയറുമ്പോ കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദുബായ് മെട്രോനേക്കാളും വലിയ ബബിൾക്കും ചേർക്കാൻ പാടില്ല, അവിടെ തുപ്പാൻ പാടില്ല. പിന്നെ കൊച്ചിനെ ശരിക്കും നോക്കണം. ഭയങ്കര തൊട്ടാലും പിടിച്ചാലൊക്കെ ഫൈനാണ്. ഐ മീൻ അവിടെ എവിടെയെങ്കിലും വിത്തിൻ ദ ട്രെയിൻ പിടിച്ചിരിക്കാനും പാടില്ല. എനിക്ക് സ്പെസിഫിക് ഏരിയ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേക്ക് പോണ വ്ലോഗ് നിങ്ങൾക്ക് വേണോ വേണ്ടേ? നിങ്ങൾ കമന്റ് ചെയ്യൂ. അവരൊക്കെ 100 വട്ടം പോയിട്ടുണ്ടാവും. ഞാനുണ്ടാവും ഈ രാജ്യത്ത് പോവാണ്. ബേബി ഇന്നലെ ജനിച്ചോണ്ടോളും പോയിട്ടില്ല. ഞാൻ പിന്നെ ജനിച്ചിട്ട് കൊറേ ആയെങ്കിലും ഞാനും പോയിട്ടില്ല. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യാ? നിക്ക് വരേണ്ടി വന്നു ട്രെയിനിൽ കയറാൻ. എന്നിട്ടോ 2 കൊല്ലായില്ലേ കല്യാണം കഴിച്ചിട്ട് തന്നെ. നിക്കിന് കിട്ടിയോ സമയം എന്നെ ട്രെയിനിൽ കയറ്റാന്? അപ്പൊ വർത്താനം പറയും. നമുക്ക് ഈ കല്യാണത്തിന് ഷാറൂഖ് ഖാന്റെ വണ്ടി SRK. ഫ്രഷ് സാധനം. ഷാറൂഖ് ഖാന്റെ കേരളത്തിലെ വണ്ടിയാണ് ഗൈസ്. ഫ്രഷ് സാധനം അടിച്ച് മീനിന്റെ കെട്ട മീനിന്റെ അതേ ലെവലിലുള്ള സാധനമാണ് എനിക്ക് പഠിച്ചത്. അത്രയും വലിയൊരു സാധനമാണ് പഠിച്ചത്. മണിമാല മാമണിക്ക് മണിമാല ആ സാധനമാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്താണ് ഈ നാട്ടിനെ പറ്റി പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല. അത് ഈ നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ നാട്ടിനെ പറ്റി 2 കാര്യങ്ങൾ പറഞ്ഞു തരും, 2-3 തിങ്സ് പറഞ്ഞു തരും. പക്ഷെ ഈ നാടിനൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നാട് കുറച്ച് തണുപ്പുണ്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ക്ലൈമറ്റ് ഈസ് പ്ലസന്റ് ഹിയർ. ചിലപ്പോഴും മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴ കൊതിക്കുന്നു ഞങ്ങൾ. മഴക്ക് കൊതി വരുന്നുണ്ട്. നാട്ടിലെത്തിയിട്ട് മഴ കണ്ടില്ലല്ലേ? കണ്ടില്ല ഗൈസ്. പക്ഷെ ദുബായിൽ നമ്മള് ട്രെയിൻ നനയാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ട്രെയിനിൽ പോയിട്ടുണ്ട്. അത് വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കൂ. ദുബായിൽ നമ്മള് മഴ കൊണ്ടു, അത് പൊരി വെയിലത്ത്. ആർട്ടിഫിഷ്യൽ മഴ. ബട്ട് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ലിറ്ററലി ഒരു മഴയുടെ ഫീൽ ഉണ്ടായിരുന്നു വിത്ത് സൗണ്ട്, വിത്ത് സൗണ്ട് എഫക്റ്റ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫ്രണ്ടിലെ ഷിഫ്റ്റ് ഫുള്ളി മോഡിഫൈഡ് ആണ് തോന്നുന്നുണ്ട്. ടയറൊക്കെ കണ്ടോ? ടയറൊക്കെ കണ്ടു. അതുകൊണ്ട് അവനെ തന്നെ SRK എന്നാണ് വിളിക്കുന്നത്.
ബാക്ക് സൈഡ് ഒരു ഫോക്സ് വാഗന്റെ ലുക്ക് കൊടുത്തിട്ടുണ്ട്. നോക്ക്, ബോണറ്റ്, ഡിക്കി, ലുക്ക്. ഫോക്സ് വാഗന്റെ ഒരു ഉണ്ട വണ്ടിയില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? പോളോ. ഐ ഗസ് അതിന്റെ ഒരു ഡിക്കി പോലെയാണ് ആ സാധനം കൊടുത്തത്. സോ ഗൈസ്, നമ്മൾ മണിമാല എത്തി. മണിമാലക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഒന്നിനൊരു വെറുതെ അറിഞ്ഞിരിക്കല്ല. അത് മാത്രല്ല, നമ്മളെ വ്ളോഗ് കാണുന്ന എല്ലാരും, നിങ്ങൾ ഏതൊക്കെ സിറ്റിയിൽ നിന്നാണ് നമ്മളെ വ്ളോഗ് കാണുന്നത്, നിങ്ങളെ സിറ്റിയുടെ പേരൊന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്ക് അറിയാലോ നമ്മുടെ യൂട്യൂബ് എവിടം വരെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു സമാധാനം, ഒരു മനസ്സുഖം. ഇവനെ ഓണടിച്ചു വിടും, ഇവൻ ശരിയല്ല. ഇവൻ നടുക്ക് കൂടെ ഓടിക്കണോ അറ്റത്ത് കൂടെ ഓടിക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പുഴ. മലപ്പുറക്കാരൻ എന്റെ അറ്റത്തിരിക്കുന്ന സ്ഥിതിക്ക് എന്തോ ഇന്നാണാണ് ആക്കി എടുത്തത്. ഓ, അപ്പൊ അറിയാം പറയാൻ. പക്ഷെ നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട് പുയ എന്ന് പറയുന്നതാണല്ലേ. ഇനിയാണ് നമ്മുടെ കളികൾ. മൂവാറ്റുപുഴ. രസമുണ്ടല്ലേ ഈ ഏരിയ? ഇവിടുത്തെ ടൂറിസ്റ്റ് ഏരിയ എന്തുകൊണ്ട് ഇവിടെ ബസ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും എന്തോ ഉണ്ട് ഇവിടെ. ചിലപ്പോ കല്യാണം ഇവിടെ ആയിരിക്കും കേട്ടോ. യു നെവർ നോ. വി നെവർ നോ. ഐ നെവർ നോ. വാട്ട് ഈസ് ഷീ ഡൂയിങ്? I think she's selling lottery. She's blind. ഓ, ഓക്കേ. கொஞ்சம் ஓரமா தள்ளி நில்லுங்க. So next. അടുത്ത ആള്. I think she is also selling lottery. So many lottery people here. Lottery ഈ ലോട്ടറി ഒക്കെ അടിക്കാറുണ്ടോ? നമുക്ക് ഹറാമല്ലേ? It's government, Kerala Sarkar. Whatever it is, it's not our cup of tea. Okay, we are not either for that one. എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷെ നമ്മള് അത് ആൾക്കാരുടെ ഇഷ്ടം. Of course. പക്ഷെ നമ്മള് എടുക്കില്ല. ഞാനും എടുക്കൂല. ഇക്കുനെ എടുക്കാൻ സമ്മതിക്കൂല. ഇക്കു എടുക്കൂല. എന്തിനാണ് സമ്മതിക്കുന്നത്? ഇക്കു here we have a turn. We should go that way. Valchota. Wow. ഇതെന്താണ് ഇവിടെ? What are we looking at? I don't know what exactly it is. Yes. What? I remember. ഈ ചെറിയ വഴിയില്ലേ, ഈ വഴിക്കാണെന്ന് തോന്നുന്നു ആ ഒരു പ്രത്യേകത ഉള്ളത്. വാപ്പ കുറെ ദൂരം പോയപ്പോൾ, ലാസ്റ്റ് ടൈം ഞാൻ വാപ്പാന്റെ കൂടെ പോയപ്പോൾ ഗൈസ്, ഇതുപോലെ ഒരു ചെറിയ റോഡ് വഴി നമ്മൾ കയറിയിട്ട് ഒരു ഷോർട്ട് കട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് കട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സിന്റെ ഷോർട്ട് കട്ടാണ് ഗൈസ്. ആ ഒരു ഷോർട്ട് കട്ട് അടിപൊളിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറപ്പുറമുള്ള വീടുകളും അതിന്റെ മുറ്റങ്ങളും, അതേപോലെ തന്നെ അവിടെ ഒരു പഴയ വീട് പോലുമില്ല. എവ്രിതിങ് ഈസ് ന്യൂലി മെയ്ഡ്, എവ്രിതിങ് ഈസ് പെയിന്റഡ്. പഴയ വീടുകൾ പോലും അത്ര സൂപ്പറായിട്ട് സുന്ദരമായിട്ട് പെയിന്റ് അടിച്ച് വൃത്തിക്ക്, അത്രക്ക് വൃത്തിക്കാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സ്ഥലമാണോ ഇതെന്ന് എനിക്ക് അറിയില്ല. ലെറ്റ്സ് സീ. ആണെങ്കിൽ ഞാൻ വീഡിയോ വീണ്ടും ഓണാക്കുന്നതായിരിക്കും ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം ഇതാണ് ഗൈസ്. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടത്തെ കാട് പോലും നല്ല സൗന്ദര്യത്തിലാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പഴയ വീടുകളൊക്കെ നന്നായി പെയിന്റ് അടിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് എന്ന്. അത് ഇവിടുത്തെ റൂൾ ആൻഡ് റെഗുലേഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടത്തെയൊക്കെ പറമ്പുകൾ പോലും എത്ര നീറ്റായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതാ ഒക്കെ കാടൊക്കെ കരിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ഒക്കെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് അവരത് പെയിന്റ് ഒക്കെ അടിച്ച് പുതുക്കി പണിതുണ്ടാവും. ഒക്കെ കണ്ടോ, ആ ഒരു ചെറിയ വീട് പോലും അവർ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ചെറിയ വീടുകളൊക്കെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. ഇവിടെ കൂടുതലും I think so many Krishi people are staying here. കൃഷിയൊക്കെ നടത്തുന്ന ഒരുപാട് പറമ്പുകളുണ്ട്. നിങ്ങൾക്കത് അതേ ഫീല് കിട്ടുന്നില്ലേ ഗൈസ്? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കണ്ടോ, ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വഴി, മുറ്റം, പുല്ല് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇക്കുന് ഫീൽ ചെയ്യുന്നില്ല? നിങ്ങൾ അപ്പൊ അന്ന് ഈ റൂട്ടിൽ കൂടെ വന്നേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, എന്നിട്ട് കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടായ അതേ ഫീൽ കിട്ടുന്നില്ലേ? വാഴ കൃഷിയൊക്കെ നെൽവയൽ. പാല് തരിക ചേട്ടാ. പാല് കറന്നു പോണാണുള്ള തോന്നുന്നുണ്ട്. ഗൈസ്, ഒരു മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ കുതിക്കാണ്. മഴ പെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ മതിലുകളും കാടും ഒക്കെ താണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? ക്ലീൻ ഏരിയ. യെസ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇതൊരു സിറ്റിയോ ടൗണോ അങ്ങനത്തെ ഒരു കാര്യമല്ല, ഫുള്ള് റോഡാണ്. ബട്ട് ഇറ്റ്സ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. മരങ്ങൾക്ക് പോലും ഭംഗിയുണ്ട്. ഏരിയ ആയോണ്ടാവും. കർണാടക രജിസ്ട്രേഷൻ ആണല്ലോ. ഓള് ചവിട്ടിയതാണ്. ആ നമ്പർ പ്ലേറ്റ് നമുക്ക് വായിക്കാം. മീൻസ് അതേ വണ്ടി നോക്ക. ഓ, കൈവേദനയായോ മമ്മ? ഒതിത്തട്ട പോട്ടെ മാ. അതാരാ? Yes guys, finally we reached പെരിന്തൽമണ്ണ after a long journey. 9 മണിയായി. ഇടയ്ക്ക് നമ്മൾ കുറേ സ്റ്റോപ്പ് ചെയ്തു. ടൈം കാണിക്കുന്നുണ്ടോ? Yeah, it's almost 9 o'clock. 9 o'clock ആയി. പെരിന്തൽമണ്ണ 8 minutes കൂടി കാണിക്കുന്നുണ്ട്. ടൗണിലെത്തി. യെസ്, ഇവിടുന്ന് വീട്ടിലേക്ക് ജസ്റ്റ് ഒരു എത്തേണ്ട ദൂരം മാത്രം. 15 minutes അല്ലേ? ഗൈസ്, നമ്മളെ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. ഗൈസ്, ഹെസ ബേബീനെ നമ്മൾ എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഹെസ ബേബി നോക്കട്ടെ, മമ്മനെ നോക്ക്. ണ്ടല്ലോ ഉടുപ്പ്. ഉടുപ്പ് കാണിക്കാണ് വാവ. അവൻ്റെ ഉടുപ്പ് അവിടെ. ഓക്കെ, ഹെസ ബേബിനെ ഞാൻ വെറുതെ ജസ്റ്റ് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. എക്സൈറ്റഡ് ടു സീ മോം ആൻഡ് ഡാഡ്. മോം, ഡാഡ് ആൻഡ് സിസ്റ്റർ. ഇളയ അനിയത്തിയും ഉപ്പ ഉമ്മ ഇവരൊക്കെ കാണാൻ ഇക്കും ഞാനും ഹെസ ബേബിയും എക്സൈറ്റഡ് ആണ്. ഹെസ ബേബിക്ക് ആക്ച്വലി അറിയില്ല. നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഉപ്പച്ചീനെ കാണാൻ പോവാണ്, ഉമ്മച്ചീനെ കാണാൻ പോവാണ് എന്നൊക്കെ. പക്ഷെ അവൾക്ക് അവിടെ എത്തിയ ആളിനെ അങ്ങോട്ട് കാണുമ്പോഴേ ഇവര് വെറുതെ പറഞ്ഞതല്ലേ, ശരിക്കും നമ്മൾ പോന്നിക്കാണില്ലേ എന്ന് മനസ്സിലാവുക. സോ ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. ഇനി നമുക്ക് 2 minutes കൂടി ഉള്ളൂ. 2 minutes. ഇക്കുന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ. അല്ലാ,
2 മാസത്തേക്ക് ശശിക്ക് കാണാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഒരുമിക്കുകയാണ് ഗൈസ്. 2 മാസം 2 month ആയോ വന്നിട്ട് ഇപ്പൊ നാട്ടില്? 2 month ആയി. 2 monthലേറെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പാനും ഇമ്മാനും നമ്മൾ കാണാൻ ഖത്തർക്ക് പോയിരുന്നു. 2 month എങ്ങനെയാണ്? എത്ര മാസം? സോറി ഗൈസ്, ഒരു തിരുത്തുണ്ട്. 2 month അല്ല. ഇപ്പൊ ഉപ്പാനും ഉമ്മാനും കണ്ടിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ 5 month ആയി. 5 month നമ്മള് ഖത്തർക്ക് വന്നത്. നാട്ടിൽ 4 ദിവസത്തിന് ലീവ് വന്നത്. യെസ്. അതിന് മുന്നേ ഖത്തർ പോയിട്ട് ഇപ്പൊ ഡിസംബറിലാണ് പോയത്. അതെ, ഖത്തറില് നമ്മള് ഖത്തറും ഡിസംബറും കൂടെ എന്തുമാ ആ പോട്ടെ നമ്മൾ മൈൻഡ് ചെയ്തു. ഇനി കോലങ്ങളൊന്നും കാണിക്കണ്ട. അതോ അപ്പൊ ഖത്തറിൽ വെച്ചാണ് ലാസ്റ്റ് ഇപ്പാനും ഉമ്മാനെയും ഇക്കു കണ്ടത്, ഡിസംബറിൽ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇക്കുനുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് സീ. ഇക്കു അപ്പൊ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇത് ഏതാണ് ഈ വണ്ടി? അല്ലേക്കോ എന്റെ എക്സൈറ്റ്മെന്റ് കൂടിയത് കണ്ടോ? നമുക്ക് ആ സോങ് ഇടാം. അത് എഡിബിൾ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം പാട്ട് പാടാം. നമുക്ക് പാടിക്കൊടുക്കാം. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹസ്ലേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പച്ചിക്ക് കൊടുക്കുക ബേബി. ഇപ്പച്ചിക്ക് കൊടുക്ക് ബേബി, ഇപ്പച്ചിക്ക് കൊടുക്ക് കേക്ക്. എന്താ വെച്ചോക്ക പൂശിയും പൊട്ടനും. ആ കട്ട് ചെയ്ത് കേടാക്കാൻ പറ്റൂല ഹെസ്ലിൻ. നോ, നല്ല മോളാണ്. നോ. പപ്പക്ക് കൊടുക്ക്, പപ്പക്ക് കൊടുക്ക്. വേണ്ട, തിന്നോക്കി ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇങ്ങനെ എടുത്തത് അല്ല, അത് എഡിബിളല്ല. ഗായ്സ് സർപ്രൈസ് ആണ് ഗായ്സ്. ഇഷ്ടപ്പെട്ടോ കേക്ക്? നമുക്ക് ഏതായാലും കല്യാണത്തിന് ആവശ്യം വരുമല്ലോ, അന്നേരം നീ പറയണത് തന്നെ. പറയൂ. ഫ്രൂട്ട് സലാഡ്. ഇനി പുഡിംഗ് അടിക്കുമോ? അത് തള്ളാണ്. പുഡിംഗ് പുഡിങ്ങോ? ഇന്ന് ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് നൈറ്റ്. പിന്നെ ബീഫ് വരട്ടും ഉണ്ട്. ബീഫ് വരട്ട് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി വേറെ ഫുള്ളായി ഒക്കെ അപ്പടിയാ സംഭവം.